ഇന്നലെ തൻ്റെ കസിൻ സിസ്റ്ററെ കൊന്നയാൾ അവൻ്റെ വല്യമ്മയെയും കൊല്ലാൻ വിചാരിച്ചിരുന്നു. അതിനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തിരുന്നു. അവരറിഞ്ഞതുകൊണ്ടും ഉണർന്നതുകൊണ്ടും അവരുടെ അടുത്തേക്ക് ഇവനെത്താൻ ഉറക്കത്തിൽ എത്താൻ പറ്റാത്തത് കൊണ്ടും അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയാം. ഇതേ പേരുള്ളൊരു കുട്ടിയായിരുന്നു തിരുവനന്തപുരത്ത് തൻ്റെ വല്യമ്മയെയും വല്യപ്പയെയും ബന്ധുവിനെയും അടിച്ചു കൊന്ന് തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അനുജനെ കൊന്ന് ഭീകരനായി. ഈ പേരുകൾ തമ്മിലുള്ള സാമ്യ യാദൃച്ഛികമാണ്. ആ പേരിട്ടവരൊക്കെ അങ്ങനെയൊന്നല്ല ഞാൻ പറയണത്. ആ കുട്ടി എത്ര നിഷ്ഠൂരമായാണ് അവൻ കൊന്നത്. സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്. ഈ കുട്ടി വലിയ ആവേശത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ ഫംഗ്ഷൻ? ഉമ്മനെ കൊന്നിട്ടിരിക്കുകയാണ്. അവർ രക്ഷപ്പെട്ടു. പിന്നെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ടതായിരുന്നു. അവൻ്റെ വിചാരം മരിച്ചു എന്നായിരുന്നു. നമുക്ക് കുഴിമന്തി മേടിക്കാമെന്ന് പറയുന്നു. ഈ ചെറിയ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് അത്ര. അത് പാഴ്സൽ മേടിച്ച് അവർ വീട്ടിലേക്ക് എത്തുന്നു. കുട്ടി ബാഗൊക്കെ പെട്ടെന്ന് വലിച്ചെറിയുന്നു. അകത്ത് കയറി യൂണിഫോം മാറ്റിയിട്ട് അവൻ സാധാരണ ഡ്രസ്സും ധരിച്ച് ഡൈനിങ് ഹാളിലേക്ക് പൊതിയായിട്ട് വരുന്നു, ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി. പക്ഷേ മറഞ്ഞു നിന്ന ജ്യേഷ്ഠൻ വലിയ ഹാമർ ഉപയോഗിച്ച്, നമ്മൾ പത്രങ്ങളിൽ വായിച്ചത് 20-ലേറെ പ്രാവശ്യം ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഇളം തലയിൽ ആഞ്ഞടിക്കുന്നു. ഇല ഞെട്ടിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആംബുലൻസിൻ്റെ ഡ്രൈവർ പറഞ്ഞ കാര്യം. ഈ കുട്ടിയെ അദ്ദേഹം ആംബുലൻസിൽ കയറ്റാൻ വേണ്ടി ഇങ്ങനെ താങ്ങിയെടുത്തപ്പോൾ എൻ്റെ കൈ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. എൻ്റെ ആംബുലൻസ് അനുഭവത്തിൽ അങ്ങനെയൊന്നും വേറെ ഉണ്ടായിട്ടില്ലെന്ന്. എങ്ങനെയാണ് സ്വന്തം സഹോദരനാവുന്ന 13 വയസ്സുള്ള കുട്ടിയെ ഇത്രമേൽ നിഷ്ഠൂരമായി കൊല്ലാൻ സാധിക്കുന്നത്? അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിന്നാൻ പോലും സമ്മതം കൊടുക്കാതിരിക്കുന്നത്? ഇത്രമേൽ ചെകുത്താനായി മനുഷ്യൻ മാറുന്നു.